വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഓസിയുടെ ബ്രൈഡൽ ഷവറാണ്. ഞാനും അമ്മുമാണ് അത് നടത്തിയെന്ന് വേണമെങ്കിൽ പറയാം. യെസ്, നമ്മളാണ് ഫുൾ ഓർഗനൈസ് ഒക്കെ ചെയ്തത്. ആക്ച്വലി കൂടുതൽ അമ്മുവാണ്, പക്ഷേ ഈ ബ്രൈഡൽ ഷവറിനുള്ള ഐഡിയ ഫസ്റ്റ് ഞാനാണ്. എന്നെ മനസ്സിലാവുന്നത് നമ്മൾ മറ്റ് പരിപാടികളുടെ ഒക്കെ ഞാൻ പെട്ടെന്ന് ആലോചിച്ച് ബ്രൈഡൽ ഷവർ എന്നൊരു സംഭവമുള്ള അന്ന് ഞാൻ അമ്മയടുത്ത് പറഞ്ഞു. അമ്മ പറഞ്ഞു ശരിയാ, അങ്ങനെ അവൾ പെട്ടെന്ന് അറേഞ്ച് ചെയ്ത്. പിന്നെ കൂടുതലും കോർഡിനേറ്റ് ചെയ്ത അമ്മുവാണ്. ബട്ട് എനിക്കൊരു പങ്കില്ലാന്ന് ഞാൻ പറയില്ല. കേക്കൊക്കെ എൻ്റെ സെലക്ഷൻ ആയിരുന്നു. അപ്പോൾ പിങ്ക് ആണ് നമ്മുടെ കളർ തീം, ഷെയ്ഡ്സ് ഓഫ് പിങ്ക്. ഓസി മാത്രം വേറെ കളർ, അതേതാണെന്ന് ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ വെർ ഓൺ ആർ വേ നമ്മുടെ വെന്യൂലേക്ക്. അപ്പോൾ ഡെക്കോറൊക്കെ ചെയ്ത് കഴിഞ്ഞു. അമ്മു ഡെക്കോറിന്റെ ഫോട്ടോ കണ്ടു, ഞാൻ ചെറുതായിട്ടേ കണ്ടു. എനിക്ക് ഫുൾ കാണണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അവിടെ പോയിട്ട് നേരിട്ട് കണ്ട എൻ്റെ റിയാക്ഷൻ ഞാൻ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന ഞാൻ ഒരു ഓവർ റിയാക്ഷൻ തരുന്ന ഒരാളല്ല, എന്നാലും ലെറ്റ്സ് സീ. അമ്മു പറഞ്ഞു നല്ലതാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ കേക്കും ഐറ്റംസ് എല്ലാം നല്ല എത്തി, അറേഞ്ച്ഡ് ആണ്. നമ്മളവിടെ എത്തി എന്ന കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് ഓസിയും ടീമും അവളുടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. സോ എക്സൈറ്റഡ്. അവിടെ എത്തിയിട്ട് ഡെക്കോർ കാണിച്ചു തരാം. സോ ഓൾമോസ്റ്റ് കണ്ടു ഡെക്കോർ. ഇറ്റ്സ് അമേസിംഗ്. ഇതൊക്കെ നമ്മൾ കൊടുത്തതാണ്. നിന്റെ ബ്രൈഡൽ ഷവർ നല്ല രീതിയിൽ നീ അങ്ങ് കയറി പോയി. ബ്രൈഡൽ ഷവർ അല്ല, ഞാൻ അറേഞ്ച് ചെയ്തതാണ്. Oh God. ഈ ഇതൊക്കെ അമ്മൂന്റെ ഐഡിയ ആണ്. നമ്മൾ വരുന്ന എല്ലാ ഗസ്റ്റിന്റെ പേര് ഇതാണ് കേക്ക്. ഈ ക്രൗൺ വെക്കുന്നത് ആക്ച്വലി എൻ്റെ ഒരു ഐഡിയ എന്ന് പറയാം. ആക്ച്വലി ഈ ടോപ്പറിൻ്റെ ഫോണ്ട് ഇസ് നൈസ്. മറ്റതല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ കപ്പ് കേക്ക്സും മാക്കറോൺസും ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. കൂടി വെച്ചിട്ട് ബാക്കി വരുന്ന ഡെക്കോറൊന്നും കണ്ടില്ല. അവളെ നമുക്ക് അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വരാം. നിങ്ങളെല്ലാവരും ആക്ച്വലി അകത്ത് കയറി. സർപ്രൈസ് ഒന്നും പറഞ്ഞാൽ അവളൊന്ന് ഒളിച്ചു നോക്കുക. എനിക്കറിയില്ല, മൊത്തം കൺഫ്യൂഷനായി. നമ്മളെ വിചാരിക്കുന്ന മുന്നേ അവർ വന്നുകൂടി. ഒരു ലൈറ്റ് മാറ്റിയപ്പോൾ എന്തോ കണക്ഷനിൽ ഒരു പ്രശ്നം പറ്റി. റോസിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിക്കും. ഒരു ചെറിയ ടെക്നിക്കൽ എറർ ഉണ്ട്. അവിടെ ഒരു ലൈറ്റ് എന്തോ ഫ്രെയിമിൽ വരുന്നു. അപ്പൊ അത് മാറ്റണം എന്ന് പറഞ്ഞപ്പോ ഉള്ള എല്ലാ കണക്ഷനും ഒന്ന് ലൂസായി. അപ്പൊ ഒന്ന് ലൈറ്റ് ഓഫ് ആയി. അപ്പൊ അത് ഫിക്സ് ചെയ്യാണ്. അപ്പൊ അത് ഞാൻ ഓർഗനൈസ് ചെയ്തോളൂ. എന്റെ ഒരു പങ്കുള്ളത് കൊണ്ട് ഓണായ ഇതാരെ അവിടെ ചെറിയൊരു ലൂസ് കണക്ഷൻ ഉണ്ട്. സിന്ധു വേണമെങ്കിൽ അവിടെ പോയി അന്വേഷിക്കുന്നത്. അതിന്റെ ഡെക്കോർ സൂപ്പർ, പോയി നോക്ക്.
ഇപ്പൊ എന്താ സംഭവിച്ചു? ഓക്കെ മാം. അപ്പൊ അമ്മയുടെ തലയുടെ ബാക്കിൽ കണ്ണാടി ഉണ്ട്. അപ്പോൾ ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ നമ്മളൊന്ന് എൻ്റർടൈൻ ആക്കി വെക്കാനായിട്ട് ഞാൻ 2 ചോദ്യങ്ങൾ ചോദിക്കാം. ആദ്യം സ്ട്രാപ്പ് നേരെയാക്കും മാം. ഓക്കെ, സോറി പ്രഷറിന്റെ ഇടയിൽ. സോ വാട്ട് എക്സ്പെക്ടേഷൻസ് ഡു യു ഹാവ് റിഗാർഡിംഗ് ദ ഡെക്കോർ? ലൈക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? കളർ തീം അല്ലേ? അല്ല ആണ്. ഐ മീൻ ഐ ഡോണ്ട് നോ, യു കെൻ ഗെസ്. പിങ്ക് വൈറ്റ് ആയിരിക്കും തീം. ഞാനും അമ്മും അറേഞ്ച് ചെയ്തതുകൊണ്ട് വാട്ട് ആർ യുവർ എക്സ്പെക്ടേഷൻസ്? പൊതുവെ ഞാൻ അറേഞ്ച് ചെയ്യുമ്പോൾ ഓക്കെ, എനിക്കറിയാം ഞാൻ അറേഞ്ച് ചെയ്താൽ അത്യാവശ്യം നല്ല കേൾക്കുന്ന എനിക്കറിയാം. പക്ഷെ നിങ്ങൾ അറേഞ്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സ്പിക്ക് ആൻഡ് സ്പാൻ നമ്മൾ ഡെഡിയാവും. സ്പിക്ക് ആൻഡ് സ്പാൻ എനിക്കില്ല. എനിക്ക് മറ്റേ ഓൺ ദ സ്പോട്ടിൽ എന്ത് കിട്ടുന്നോ അതിൽ സന്തോഷിക്കുക. പക്ഷെ നിങ്ങൾ കുറച്ചുകൂടെ സ്പിക്ക് ആൻഡ് സ്പാൻ ആണ്. നിങ്ങൾക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് അത് നിങ്ങൾക്ക് വേണം, പെർഫെക്ഷൻ. അതുകൊണ്ട് നിങ്ങൾ ചെയ്തുകൊണ്ട് എനിക്കൊരു പെർഫെക്ഷൻ അവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാം പറഞ്ഞത് ശരിയാണ്. ചെറുതായിട്ടൊന്ന് ഒളിഞ്ഞു നോക്കിയല്ലോ, അപ്പൊ അത് കണ്ടിട്ട് എന്താ തോന്നുന്നു? ഒന്നും കണ്ടില്ലേ? That's wonderful. ഞാൻ ഒന്നുമേ കണ്ടില്ല. സോ എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും നിന്നെ ചിലപ്പോൾ കണ്ണ് പൊട്ടി കൊണ്ടുവരുന്നത്. അതിനെ കുറിച്ച് 2 വാക്ക്. കണ്ണില് മേക്കപ്പ് ഇല്ലല്ലേ? കണ്ണില് മസ്കാര മാത്രമേ ഉള്ളൂ, മേക്കപ്പ് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ലൈറ്റ് ഒക്കെ ഓക്കെ ആയെന്ന് ഞാൻ നോക്കിയിട്ട് ആക്ച്വലി രക്ഷയില്ല ഡെക്കോർ. പക്ഷെ ഒരു സംഭവം ഉണ്ട്, അങ്ങനെ നിന്നോട് അല്ലാതെ ഞാൻ പിന്നെ പറയാം, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. പക്ഷെ അത് ഓവറോൾ അറിയില്ല, എന്നാലും ഞാൻ പിന്നെ പറയാം. ഡ്രസ് ഒന്ന് ഈ ലൈറ്റിലേക്ക് വന്നു. ഭയങ്കര തലയിൽ എന്താ? തലയിൽ തല കാണിച്ചു. തല നേരെ സ്ട്രെയിറ്റ് തിരി. മറ്റേ സൈഡ്. ഇന്ത്യയിലെ നീ ഇവിടെ വെച്ചേക്കണ പേൾ ഉണ്ടായിരുന്നു. ശരി, അപ്പൊ ഇവിടെ നിന്നോ, ഞാനിപ്പോ നോക്കിയിട്ട് വരാം. ബാഗ് കൊള്ളാം, എൻ്റെ അല്ലേ? അതെ. ഞാൻ പറഞ്ഞില്ലേ പിങ്ക് ആണ്. അത് ഭയങ്കര ഹാർഡായി പോയി. അതെ, ബുദ്ധിമുട്ടി. എല്ലാവരും അപ്പൊ ഇതിനകത്ത് ഒരാളുടെ പേര് മാത്രം വന്നിട്ടില്ല. ഓക്കെ, ഞാൻ ഇന്നലെ ഡാൻസ് പ്രാക്ടീസിന് അവിടെ നിന്നാണ് ലിസ്റ്റ് കൊടുത്തത്. അപ്പൊ ഇന്നലെ അയാളവിടെ വന്നില്ല, അപ്പൊ ഞാൻ ഓർത്തില്ലായിരുന്നു. അപ്പൊ നമുക്ക് എല്ലാവരും ഇരിക്കാം. റെഡി അല്ലല്ലോ. അല്ല ചെരുപ്പ് അറിയില്ല ആരുടെയോ. ക്രൗൺ കൊള്ളല്ലേ? കേക്ക് വെട്ടിക്കഴിഞ്ഞ് ക്രൗൺ അതെ. അപ്പൊ ഒന്ന് എടുക്ക, ഫോട്ടോ ഒന്നും എടുക്കണ്ടല്ലോ. ഇത് വേണം സംഗീതം, ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. ഹൻസിക്കയുടെ ഫോട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടം. ഇതിനെ എനിക്ക് ആരും Decor is very nice. Yeah, very good. അടിപൊളി. ഞാൻ ബലൂൺസിന്റെ അടിപൊളി. When we came itself, it was like this. Video no? Okay, video. No.
ഈശോയുടെ ഇവിടെ നല്ലൊരു വ്യൂ ആണ്, ബ്യൂട്ടിഫുൾ വ്യൂ. നമ്മുടെ മാത്രമാണല്ലോ മമ്മി ഇഷാനിയുടെ വ്ളോഗാണ്, പക്ഷെ ക്യാമറ എൻ്റെ കണ്ടപ്പോൾ ഞാൻ വെറുതെ എൻ്റെ കുറച്ച് സെൽഫി എടുത്തു. മോദിയുടെ ബ്രൈഡൽ ഷവറാണ് നടക്കുന്നത്. ഇത് പെട്ടെന്ന് 2 ദിവസത്തിന് മുന്നേ രാത്രി ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ബ്രൈഡൽ ഷവർ വെക്കട്ടെ എന്ന് വെച്ചിട്ട് ചിലപ്പോഴെങ്കിൽ നിന്ന് ഇഷാനിയും അമ്മവും കൂടെ ഒക്കെ പ്ലാൻ ചെയ്ത് നടക്കുക. ഡെക്കോർ സോ ബ്യൂട്ടിഫുൾ. ചെറിയൊരു ഷോർട്ട് നോട്ടീസുകൾ അവർക്ക് കൊടുക്കാം. ഡെക്കോർ ഗ്രൂപ്പിൻ്റെ പേര് ഇഷാനി, ഈ ഡെക്കോർ ഗ്രൂപ്പിൻ്റെ പേര് എന്തുവാണ്? ലിസാറയാണ് ഡെക്കോർ ചെയ്തത്. ഈ വീഡിയോയുടെ ഈ പോർഷനിൽ ഇഷാനി ഈ ഡെക്കോർ ചെയ്ത ഗ്രൂപ്പിൻ്റെ ലിങ്ക് കിട്ടുന്നത് റിയലി ഗുഡ്. ബിക്കോസ് വെരി ഷോർട്ട് നോട്ടീസ്. അവരുമായിട്ട് നേരിട്ട് കണ്ടൊന്നും ഡിസ്കസ് പോലും ചെയ്യുന്നതിനൊക്കെ മുന്നേ അല്ലാതെ തന്നെ ഫോണിൽ കൂടെ പറഞ്ഞിട്ടാണ് വിചാരിച്ചതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. തീം ഇസ് ഓൾസോ ഗുഡ്. അപ്പോൾ ഇനി നമുക്ക് ഇഷാനിയുടെ കൊടുക്കാം അല്ലേ? ഭയങ്കര നല്ല വ്യൂ ആണ് ഇഷാനി. സോ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു ഐഡിയ ആയിരുന്നു ബ്രൈഡൽ ഷവർ. ഹൽദിയുടെയും സംഗീതത്തിൻ്റെ ഒക്കെ നമ്മൾ അവിടെ വിട്ടുപോയി. ഞാൻ പെട്ടെന്ന് ഒരു സ്വപ്നം കണ്ടു ഒരു ദിവസം ഓസിക്ക് ബ്രൈഡൽ ഷവർ നടത്തുന്നത്. അന്നാണ് ഞാൻ ഇങ്ങനെ ഉറക്കം ചാടി എണീറ്റ് ഞാൻ അമ്മയ്ക്ക് രാത്രിയല്ല രാവിലെ എണീറ്റ് ഞാൻ അമ്മയത്ത് പറഞ്ഞു, അമ്മ ഓസി
ചേച്ചിയുടെ ബ്രൈഡൽ ഷവർ നടത്തണ്ടേ? അമ്മ പറഞ്ഞു ശരിയാ. അങ്ങനെ ഒരു എൻ്റെ സ്വപ്നത്തിൽ നിന്ന് തുടങ്ങിയ ഒരു പ്ലാനാണ് എനിക്ക് കാണുന്നത്. പക്ഷെ ഇത് കൂടുതൽ അറേഞ്ച് ചെയ്ത അമ്മുവാണ്. ബട്ട് റെഫറൻസ് പിക്ചേഴ്സ് ഒക്കെ ഞാനും കൊടുത്തു. കേക്കൊക്കെ എനിക്ക് എൻജോയ് ചെയ്യാൻ. കൊള്ളാം ഇഷാനി. നീ നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ല. ഒരു ഷേക്കാറ്റ് തന്നെ. അവിടെ ഇഷാനി ഇഷാനിക്ക് ഇപ്പോൾ ഓസിക്കുട്ടി അത്ര ഇഷ്ടമല്ലേ? ഞാൻ എന്ത് പരിപാടി അവതരിപ്പിച്ചാലും ഞാൻ പെർഫെക്ഷനോടെ നടത്തും. ഇഷ്ടമാണ്. How do you feel your sister is getting married? മാരേജിനൊരു വോ എന്നല്ല ഞാൻ കാണുന്നത്. ഇറ്റ്സ് ജസ്റ്റ് അനദർ പാർട്ട് ഓഫ് യുവർ ലൈഫ്. ട്രിവാൻഡ്രത്ത് തന്നെയാണ്. അല്ലേ? അങ്ങനെ മാരേജ് യുവർ സിസ്റ്റേഴ്സ് ഗോ ഞാൻ അങ്ങനെയൊന്നും കാണുന്ന ഒരാളല്ല. സോ ഇറ്റ്സ് എ ഗുഡ് തിങ്. ഗുഡ് ദാറ്റ് യു ഗെറ്റിംഗ് മാരീഡ്. പക്ഷെ ഞാൻ ഇപ്പോഴും രണ്ടുപേരുടെ പേര് ഒരുമിച്ച് വിളിക്കണം. ഓസിഷാനി. So I still continue to call that only. It's okay. That's okay. നിന്റെ പേരാണ് ഓസിഷാനി, അവളുടെ പേരാണ് ഓസിഷാനി. ഓസിഷാനി. പക്ഷെ അമ്മുവിന്റെ പേര് അമ്മു എന്നാണ്. അമ്മുവിന്റെ പേര് അമ്മു. മാറി വിളിക്കാറില്ല. അല്ല, അമ്മു അമ്മു. എന്താ സിംഗം സിംഗിളാക്കാൻ മാറും. Hansika, he's calling. ഇന്ന് ആദ്യമായിട്ട് വിളിച്ചത്. What's her name? What is her name? Tell her name. Hansika. ഹൻസ് മാറ്റി ഇരുത്തി പഠിപ്പിച്ചപ്പോ. Thank you. അതെ താങ്ക് യു. എനിക്ക് അതെ അറിയാം. അതെ സംസാരിച്ചു. ഭയങ്കരം. അത് കൊള്ളാം. ഓസിഷാനി. ഇല്ല, നിനക്ക് പറ്റേ. മൂന്നുപേരെ കാണാൻ മൂന്ന് പാമ്പിനെ പോലെ, മൂന്ന് പല്ലിയെ പോലെ. എക്സ്ക്യൂസ് മീ, ബിഗ് ആംഗിൾ, ഡൗൺ ആംഗിൾ പോലെ. നമുക്കിതൊക്കെ ഫോട്ടോ എടുക്കാം. നമുക്ക് ഹാർട്ട് എൻ്റെ ഈ കൈ കൊണ്ടുവന്നായിരുന്നു. അമ്മുവിന് മറ്റേ അത് കയറില്ല. ഓക്കെ. എന്റെ മുഖത്ത് കേക്ക് ഞാൻ മുഖത്ത് തൊടുന്നില്ല. കൊള്ളാലോ. വാവ്, സൂപ്പർ.
Okay, camera, ready, recording. Okay, rolling. Okay, start. സൗണ്ട്സ് എന്തെങ്കിലും സൗണ്ട്സ് നെക്സ്റ്റ് വന്നിട്ട് ഇതുപോലെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ഡാൻസ് ലക്ഷ്മി ഒന്ന് എണീച്ചതെന്ന് പറ അപ്പൊ എല്ലാവർക്കും കേൾക്കാം. ലക്ഷ്മി മെമ്മറി പറയാൻ പോകണം. ലക്ഷ്മിയുടെ മെമ്മറി കേട്ടിരിക്കുന്ന റോസ് കാര്യം തലയിൽ വരുന്ന അറിയാം. ഇവൻ വരുന്നുണ്ട് എന്റെ വീട്ടിൽ നിന്നോളൂ. വേറൊരാൾ വന്നു. അതെനിക്കങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ മറ്റേ എന്റെ വീടപ്പൂന്റെ ആയിപ്പോയി. അങ്ങനെ ഞാനിങ്ങനെ ഇവിടെ ജനിച്ചു തന്നോട്ട് എന്റെ ജനിച്ച അന്നത്തെ ഫോട്ടോസ് ഒക്കെ കാണണം. ഞാൻ മറ്റേ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് എനിക്ക് പറ്റുന്നില്ല. ഏതൊരു മാക്രി പെട്ടെന്ന് വന്നത് മെയിൻ എന്നെ പെട്ടെന്ന് അതുവരെ അതുവരെ എന്നെ അമ്മയൊക്കെ നോക്കുള്ളൂ. പെട്ടെന്ന് എന്നെ അമ്മമ്മയും അപ്പച്ചിയൊക്കെ നോക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഞാൻ ആകെ അങ്ങ് മെയിൻ ക്യാരക്ടറിന്റെ ഒരു സൈഡായി പോയി. അങ്ങനെ എനിക്കത് ഒട്ടും അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഓസി ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ഒരു 7 ദിവസമൊക്കെ പ്രായമുള്ളപ്പോൾ ഇങ്ങനെ അവിടെ കിടത്തിയിരിക്കുക. അപ്പൊ അമ്മയൊക്കെ അങ്ങ് അകത്ത് പോയി. അപ്പൊ എന്നെയാണ് അവിടെ കാവൽ നിർത്തിയിരുന്നത്, 2 വയസ്സുള്ള എന്നെ. അപ്പൊ അമ്മ പെട്ടെന്ന് ഓസി അല്ലാതെ വിളിച്ച് കരയുന്ന കേട്ടെ. ഈ 7 വയസ്സുള്ള വെച്ചാൽ അങ്ങനെ അമ്മ 7 ദിവസം ഭയങ്കര മൂന്നര കരയാൻ തുടങ്ങി. ശ്വാസം കിട്ടാതെ വിളിക്കുന്നത്, കിട്ടാതെ കരയുന്നു. അപ്പൊ അമ്മ വന്നിട്ട് ചോദിച്ചു എന്ത് പറ്റി? ഞാൻ നെറ്റി മുറിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് പറ്റി? അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഈ കൊട എടുത്ത് അടിച്ചു തലയില്. അത് ടി വി പറഞ്ഞു വടി കൊണ്ട് തല്ലല്ലേ സാറേ, കോപ്പി കൊട കൊണ്ട്. ഞാൻ ആ കൊട എടുത്ത് ഒരു ഒറ്റ അടി അങ്ങ് അടിച്ചു. പിന്നെ അടുത്ത കാഴ്ച അമ്മ എന്നെ എനിക്കൊന്ന് കമുത്തിയിട്ട അച്ഛൻ എന്നെ മറ്റേ വലിച്ചെടുത്തൊക്കെ റൂമിൽ കൊണ്ടുപോയി. അങ്ങനെ അന്ന് ഓസിക്ക് ഒരു സ്ക്രൂ ഇളകി പോയതാ. നിങ്ങൾ എല്ലാവരും പറഞ്ഞ ഈ കഥയുടെ ഒക്കെ കാരണം കിട്ടിയ ഒരു അടി. ലക്ഷ്മിക്ക് ഒരു കടന കഥയും കൂടെ അമ്മൂനെ വെച്ച് പറയാറുണ്ട്. പറയണോ? നമ്മുടെ 4th സ്റ്റാൻഡേർഡിലെ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു.
അപ്പൊ എനിക്ക് പണ്ടൊക്കെ ഞാൻ അമ്മയടുത്ത് എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഞാൻ അമ്മയുടെ കുറച്ചധികം പൈസ ചോദിക്കും. സ്നാക്സ് ആ ദിവസം സ്നാക്സ് മേടിക്കണം, പെപ്സി മേടിക്കണം എന്നൊക്കെ പറയും. അപ്പൊ അമ്മ ഒരു 200 rupees ഒക്കെ എനിക്ക് തരും, കൊണ്ടുപോക്കോ എന്ന് പറയും. അപ്പൊ ഞാൻ അതുകൊണ്ട് ഞാൻ ലക്ഷ്മിയെ വിളിച്ച് RK സൂസിപ്പേ അവിടെ ആകുമ്പോൾ നമുക്ക് കടവും പറയാം. അപ്പൊ 200 ഒരു സാധനം മേടിച്ച് അപ്പൊ കുറച്ച് എക്സ്ട്രാ മേടിക്കാം. എന്നിട്ട് ഞാൻ കുറേ മറ്റേ ഇങ്ങനെ മറ്റേ വാലായിട്ട് കിടക്കുന്ന ലേസ് ഇല്ലേ, പാക്കറ്റ്. അപ്പൊ അത് എനിക്ക് പിടിച്ചോണ്ട് നടക്കാൻ പറ്റില്ല. ഞാനാണ് ലക്ഷ്മിയെ കൊണ്ടുപോകണം, എന്റെ മെയിൻ ബോഡി ഗാർഡായിട്ട്. ലക്ഷ്മി എല്ലാ സാധനവും കഴുത്തിൽ ഇങ്ങനെ തൂക്കിയിട്ട് കൊണാട് അപ്പൊ ഇങ്ങനെ ബോട്ടിലൊക്കെ കൈ പിടിച്ചാടി എന്റെ ബാക്കിൽ വരുമായിരുന്നു. എന്റെ ഒരു ബൗൺസറായിട്ട് കൂടെ വരുമായിരുന്നു. നമ്മളിങ്ങനെ നടന്ന ബസ്സിൽ ഞാൻ വലിയ സ്റ്റോക്ക് കാണിച്ചു. അമ്മുവൊക്കെ വരുന്നതിന് മുന്നേ നമ്മൾ പ്ലാൻ ചെയ്താണ് പോയത്. പ്ലാൻ ചെയ്ത് പോയി ഞാൻ ലക്ഷ്മിയോട് പറഞ്ഞു, അമ്മു മീനാക്ഷി ചേച്ചിയൊക്കെ വരെ ഇനി ലേറ്റ് ആകും, നമുക്ക് അവരുടെ സീറ്റ് ഇരിക്കാം. എനിക്ക് മിഡിൽ പീസ് എഞ്ചിനിലായിരുന്നു ഇരിക്കുന്നത്. ചൂടോ? ഞാൻ കുഞ്ഞിലെ തൊട്ട് ഓസിയുടെ ബിഗ് ഫാൻ ആയിരുന്നു. അല്ലേ ഓസി? ബിഗ് ഫാൻ. ഓസിയുടെ ബിഗ് ഫാൻ ആണ്. ഇപ്പൊ എന്റെ ഫാനാണ്. ഫാഷൻ ഐക്കൺ ആയിരുന്നു ഓസിന്റെ. ആക്ച്വലി അത് എനിക്ക് ഓസിയുടെ ടീനേജ് കാലം, ക്ലിപ്പ് ഇട്ട കാലം ഓസി ഞാൻ കുറെ വീഡിയോ എടുക്കുമായിരുന്നു. ഈ നമ്മുടെ കുഞ്ഞ് ക്യാമറയിലും ഭയങ്കര എന്റർടൈൻ ഒക്കെ ചെയ്യുമായിരുന്നു. ഓസിയുടെ ഇംഗ്ലീഷ് പാട്ടൊക്കെ കേൾക്കുന്ന സമയം എനിക്ക് ഓസി ഭയങ്കര കൂളായിരുന്നു. എന്നും മറ്റേ ബസ്സിലൊക്കെ വന്ന ഐപോഡൊക്കെ വെച്ച് അപ്പൊ ഭയങ്കര ഒരു ഐക്കൺ ആയിരുന്നു എനിക്ക്. എന്നിട്ടും ഓസി എനിക്കൊരു 10 വയസ്സുള്ളപ്പോ വി ഹാഡ് ദിസ് ക്യാരക്ടർ. ഞാൻ അനന്തപുരി ഹോസ്പിറ്റലിൽ എപ്പോഴും പോകും. അപ്പൊ ഓസി ആ ഹോസ്പിറ്റലിന്റെ മുന്നിൽ കൂടെ പോയപ്പോ ഹോസ്പിറ്റലിൽ അനു എന്ന് വിളിച്ചു. അന്ന് തൊട്ട് ഓസി എന്റെ അനുമോളും ഞാൻ ഓസിയുടെ ചിറ്റയായി മാറി. ബോണ്ട് നീ മറന്നു എന്ന് എനിക്കറിയാം ബോണ്ട്. പക്ഷെ നമുക്ക് അന്ന് ഭയങ്കര ഒരു ബോണ്ടായിരുന്നു. ഞാൻ ഓസിയുടെ ചിറ്റ, ഓസിയുടെ കുഞ്ഞു വാവയായിരുന്നു. സോയ അതൊക്കെ തന്നെ. ഞാൻ അന്ന് അനുമോൾ ചിറ്റ, പക്ഷെ അന്ന് എന്നെ മറന്നു. പക്ഷെ ഫാഷൻ ഐക്കണായിരുന്നു. വീഡിയോസ് എല്ലാം ഓസിയാണ് എടുക്കുന്നത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്റർടൈൻ ചെയ്യുന്നത്. ഫോട്ടോ ഒക്കെ ഉണ്ടല്ലേ സോഫയില്. അടുത്ത അമ്മ ഭയങ്കര അതന്നെ ഏത് പറയണം. ഓസി അടിക്കണതല്ല. അമ്മയ്ക്ക് അത്രയും ഒരു അറ്റൻഷൻ. ഓക്കെ. ഞാൻ ഓസിക്ക് ഒരു 2 വയസ്സ് വരും. ഞാൻ ഈശാനി പ്രഗ്നന്റ് ആയിരുന്ന ഒരു സമയം. അന്ന് ഞാനെല്ലാം എപ്പോഴും വെളിയിൽ പോകണം ഓട്ടോറിക്ഷയില്ല, എപ്പോഴും പുറത്ത് ഓട്ടോയിലാണ് പോകണം. അപ്പോൾ എന്തോ ഒരു ദിവസം ഞാൻ ഓട്ടോയിൽ സാധനമൊക്കെ മേടിച്ചിട്ട് വീടിങ്ങനെ എത്തിക്കൊണ്ട് നിന്നപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോൾ അപ്പച്ചി അവിടെ ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചൊക്കെ നിൽക്കുന്നു. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഓസി വീട്ടിൽ ഓടി വീണ് ചുണ്ട് എവിടെയോ തട്ടി മുറിങ്ങി ഇങ്ങനെ തൂങ്ങി ഫുള്ള് ബ്ലഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പം ഞാൻ വന്നിങ്ങനെ കണ്ടപ്പോൾ ഞാനങ്ങ് പേടിച്ചു പോയി. ഞാൻ ഇഷനെ പ്രഗ്നന്റ് ആണ്. ഞാൻ വേഗം ഓസിയ അതേ ഓട്ടോയിൽ എടുത്ത് വെച്ചിട്ട് അപ്പോൾ ഓസിയെ ഇത് കണ്ടപ്പോൾ എനിക്കങ്ങ് ടെൻഷൻ, അയ്യോ എന്താവും ഇനി സ്റ്റിച്ചങ്ങാണ്ട് ഇടേണ്ടി വരുമോ, പുറത്ത് വന്നല്ലേ എന്തോ പറ്റി. അപ്പം ഞാനങ്ങ് ഓട്ടോ എടുത്ത് കരയുമോ അതുകൊണ്ട്. അപ്പോൾ ഓസി എന്നോട് പറയാം, കരയല്ലേ അമ്മ, കരയല്ലേ അമ്മ, എല്ലാം കാണിച്ചു വെച്ചിട്ട് അടിച്ചു കൊന്നും കാര്യങ്ങളും ഈ മുറിയെ അത് എത്തുന്നവരെ കരയല്ലേ അമ്മ, കരയല്ലേ അമ്മ പറഞ്ഞുകൊണ്ട് ഇതുപോലെ തന്നെ പാവം കൊച്ചായിരുന്നു. കൊച്ചായിരുന്നു ഫാസ്റ്റ് ടെൻസ്. നിങ്ങൾ കൂടിപ്പോയതാണ് എല്ലാരും ക്ലാസ്സിന് പുറത്ത്. ഇനി ഇഷാനി. ഓക്കെ, എല്ലായിടത്തും പറഞ്ഞിട്ടുള്ള, പക്ഷെ അത് തന്നെയാണ് ഐക്കോണിക് കഥ. സോ ബേസിക്കലി പണ്ട് നമ്മൾ രണ്ടുപേരും എന്തൊരു പ്രശ്നത്തിലുള്ളതും നമ്മൾ രണ്ടുപേരും അത് നമ്മൾ ഒരുമിച്ചായിരിക്കും. ഇതൊക്കെ ഇപ്പൊ ഏതൊരു ക്ലാസ്സിൽ കൊണ്ടിട്ടാ നമ്മൾ രണ്ടുപേരായിരിക്കും അവിടെ പെട്ടുപോകുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെ ഒരുമിച്ച് നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ അതെ, നമ്മൾ രണ്ടുപേരും പഠിക്കാൻ അത്യാവശ്യം മോശമായിരുന്നു. അതെ, അപ്പൊ നമ്മൾ ഒത്തിരി റിലേറ്റ് ചെയ്യുമായിരുന്നു. സോ കുഞ്ഞിലെ മുതൽ നമുക്ക് എല്ലാവർക്കും നോക്കാം, നമുക്ക് ലോങ് ഹെയർ ആയിരുന്നു എല്ലാവർക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഷോർട്ട് ഹെയറിനോടൊരു അട്രാക്ഷൻ കമ്പം. അപ്പൊ പക്ഷെ മുടി വെട്ടാൻ പോകുമ്പോ അമ്മ എപ്പോഴും ഇത്രയൊക്കെ വെട്ടിത്തരും. അപ്പൊ അന്ന് ഒരു പെർട്ടിക്കുലർ ഡേ അമ്മൂനമ്മ മുടി വെട്ടിക്കൊടുത്തു. ഐ തിങ്ക് ഒരു ഇത്ര ഇത് വെട്ടിക്കൊടുത്തു. അപ്പൊ ഞാൻ ഓസി പറഞ്ഞ നമുക്കും വെട്ടും, പക്ഷെ നമ്മളെ പറ്റിച്ചിട്ട് ഒരു ഇത്രയും വെട്ടിയിരുന്നു. എനിക്കന്ന് 7 വയസ്സ്, ഓസിക്ക് 9 വയസ്സാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു അന്നേ 70 വയസ്സാളുടെ ഒരു ഇതുണ്ട്. എനിക്ക് മനസ്സിലായി എന്നെ പറ്റിച്ചതാണ്, എനിക്ക് മനസ്സിലായി. അപ്പൊ അന്ന് പിന്നെ അമ്മൂനെ ട്യൂഷൻ എന്ന് വിളിക്കാൻ നോക്കും
ആക്ച്വലി ഓസി എന്റെ ശിങ്കിടിയായിരുന്നു. ഓസി എന്നെക്കാട്ടിലും മൂത്തതായിരുന്നെങ്കിലും ഞാൻ എന്ത് പറയും അതേ കേൾക്കും. ഞാൻ ഓസിയോട് പറഞ്ഞു, ഓസി നമ്മളമ്മ നല്ല പോലെ പറ്റിച്ചു, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആ കത്തിരി എടുത്ത് കുറച്ചും കൂടി അങ്ങ് വെട്ടാം, ആരറിയാൻ എന്ന് പറഞ്ഞു. അപ്പൊ ഓസി പറഞ്ഞു വേണം, നമ്മൾ ചെയ്യാം, അതിനിപ്പോ എന്താ. സോ ഓസി ഒരു പോണിയായിരുന്നു കെട്ടിയിരുന്നത്, ഞാൻ 2 സൈഡിൽ പോണിയിട്ടില്ലായിരുന്നു കെട്ടിയിരുന്നത്. അപ്പൊ ഓസിയുടെ ഒരു ബ്രില്യന്റ് ഐഡിയ ആയിരുന്നു, നമുക്ക് കുറച്ചുകൂടെ പണി എളുപ്പമാക്കാൻ മുടി ഊരണ്ട, മുടി ഇങ്ങനെ വെച്ചിട്ട് വെട്ടാം, അതാകുമ്പോ ഒറ്റ ഇതിൽ പണി തീരൂല, അതിന് ഫുൾ ഇങ്ങനെ ചെയ്യണം. അപ്പൊ അത് നല്ല ഐഡിയ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം ഓസിക്ക് വെട്ടിക്കൊടുത്തു. ഓസിക്ക് സിംഗിൾ പോണിയായിട്ട് കുഴപ്പമില്ലാതെ ഞാൻ വെട്ടി. ഐ തിങ്ക് ഇത്രയൊന്നും വെട്ടി ഞാൻ. എനിക്ക് 2 സൈഡിലായിട്ട് ഇവിടെ ഓസിക്ക് ഇഷ്ടമുള്ള അളവിലും ഇവിടെ വന്നിട്ട് വേറെ ഏതോ അളവിലാണ് വെട്ടിയത്. ഞാൻ എന്റെ മുടി ഊരിയപ്പോ ഒരു സൈഡ് ഇത്രയും ഒരു സൈഡ് ഇത്രയും വീട്. അപ്പൊ അതിന്റെ ഫോട്ടോ ഉണ്ടോ? Oh God, it was horrible. Disaster. ഒരു സൈഡ് അത്രയും ഒരു സൈഡ് ഇത്രയും. പക്ഷെ എന്റെ കഴിവ് കുഴപ്പമില്ല. അല്ല ഞാൻ ആക്ച്വലി പ്രൊഫഷണൽ ആയിട്ട് തന്നെ അത്യാവശ്യം വെട്ടിക്കൊടുക്കും. നമ്മൾ രണ്ടുപേരും തമ്മിൽ ചോദിച്ചു, കുഴപ്പമില്ലല്ലോ. ഞാൻ എന്റെ അപ്പച്ചിയുടെ പറയാൻ കാര്യം മുൻകൂർ ജാമ്യം. അപ്പൊ നമ്മൾ അപ്പച്ചത്ത് പോയപ്പോ അപ്പച്ചിയുടെ ഓവർ റിയാക്ഷൻ, അമ്മേനെ വിളിച്ചിട്ട് ആരും മരിച്ച രീതിയിലൊക്കെ ആരും മൂടി വെട്ടി അയ്യോ എന്നൊക്കെ. അപ്പൊ അമ്മ എനിക്ക് ബ്രേക്ക് വിടാതെ ചാടി അങ്ങനെ വീട്ടില് വന്നതും നമ്മൾ കൊച്ചു പിള്ളേരെ കരഞ്ഞോണ്ട് നിൽക്കുക. അമ്മ ആലറി വിളിച്ചു. പക്ഷെ എനിക്ക് അതിന്റെ ഇടയിൽ ഓർമ്മയുള്ളൊരു കാര്യമാണ്, നമ്മുടെ ഡ്രൈവർ ചേട്ടൻ സുമേഷ് ചേട്ടൻ അമ്മ നമ്മളെ അടിക്കുന്നതായിട്ട് ഓടി വന്നപ്പോ അമ്മയ്ക്ക് പ്രഷർ എന്തായാലും ചെരുപ്പ് ചെരുപ്പ് വേണം ആരുടെ വീട്ടിൽ നമ്മളെ അടിക്കുന്നതിടെ അപ്പച്ചി ഒരു സുമേഷ് ചേട്ടനൊക്കെ പറഞ്ഞ വീട്ടില് നമ്മളെ ഓട്ടിച്ചിട്ട് കൈ കിട്ടിയ അങ്ങനെ ഞാൻ ഓസി ബാത്റൂമിൽ പോയി ഒളിക്കുകയോ അങ്ങനെ പിടിച്ചു വെച്ച് അടിച്ചു. ആ എന്നെ അമ്മ കാലിൽ പിടിച്ച് കമത്തി അല്ല എന്റെ അന്ന് രാത്രി ഇമ്പോസിഷൻ തന്നു, ഐ വിൽ നെവർ കട്ട് മൈ ഹെയർ 1000 ടൈംസ്. 2 പേർക്കും ബുക്കിൽ എഴുതാൻ പറഞ്ഞു, ഇല്ലാതെ ഇന്ന് ഫുഡ് തരത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് നെക്സ്റ്റ് ഡേ ട്രിവാൻഡ്രം ക്ലബിൽ പോയിട്ട് നമുക്ക് മുടി വെട്ടിതാ ആ ഫോട്ടോയിലെ പോലെ നമ്മൾ എന്റെ മുഖത്ത് ആ ചമ്മലുണ്ട്. നമ്മുടെ മനസ്സിന് നമ്മളെ കാണാൻ അവസരമായിരുന്നു, നമ്മുടെ ഡ്രീം ആയിരുന്നു ഷോർട്ട് ഹെയർ, നമ്മുടെ ഡ്രീം കം ട്രൂ ആയിരുന്നു. പക്ഷെ വി ലുക്ക് ലൈക്ക് ബഫൂൺസ്, ബട്ട് എന്നാൽ നമ്മുടെ പ്ലാൻ അങ്ങനെ ഫൈനലൈസ് സക്സസ് ആയി. ഞാൻ ഇഷാനിയോട് ചോദിച്ചിട്ടുണ്ട്, ഇഷാനി ഇങ്ങനെ ചെയ്തോ? ഐ ഡിഡ്ന്റ് എക്സ്പെക്ട്. എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നന്മയുടെ ഒരു മരമായിട്ട് അമ്മ കാണും, നീ ഇങ്ങനെ ചെയ്യും ഞാൻ വിചാരിച്ചില്ല. ഓക്കെ അത്രേ ഉള്ളൂ എന്റെ ഒരു മെമ്മറീസ്. Okay. Rolling. Okay, rolling. Action. I'm not the bride. I'm the bride's twin sister. I'm not the bride. I'm the bride's busmate. I'm not the bride. I'm the bride's favorite cousin. I'm not the bride. I'm the bride's dance mate. I'm not the bride. I'm the bride's introvert cousin. I'm not the bride. I'm the bride's smartest sister. I'm not the bride. I'm the bride's Camera rolling. Camera rolling. Action. I'm not the bride. I'm the bride's favorite sister. I'm not the bride. I'm the bride's best friend. I'm not the bride. I'm the bride's favorite cousin. I'm not the bride. I'm the bride's dance mate. I'm not the bride. I'm the bride's introvert cousin. I'm not the bride. I'm the bride's smartest friend. I'm the bride's favorite cousin. I'm not the bride. I'm the bride's dance mate. I'm not the bride. I'm the bride's introvert cousin. I'm not the bride. I'm the bride's big sister. I'm not the bride. I'm the bride's trouble sharing friend.
I'm not the bride. I'm the bride's school friend. I'm not the bride. I'm the bride's. Sindhu Amma. I'm not the bride. I'm the bride's childhood friend. I'm not the bride, I'm the bride's coolest sister. And I am the bride. Wow. Cool looking ആണല്ലോ. 2 words about the decor. ഞാനല്ല ചെയ്ത ലിസാറ ഇവന്റ്സ് ആണ് ബട്ട് One word. ഓക്കെ 1 word. Speechless. Thank you. It's really pretty. Like ഭയങ്കര pretty. ഇതൊക്കെ തന്നെ നോക്ക്. Yeah. Too pretty. I loved it. The decor is just. അപ്പൊ ഞാൻ എന്നെ അമ്മൂനെ എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചാൽ നമ്മൾ You നല്ലപോലെ. guys are awesome in organizing things and താങ്ക്സ്. coordinating stuffs. Yeah. അപ്പൊ എന്ത് തോന്നി അവസാനം നമ്മുടെ പരിപാടി അവതരിപ്പിക്കുന്ന എല്ലൊക്കെ കണ്ടിട്ട്? ഞാൻ എൻജോയ് ചെയ്യുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. അപ്പൊ ഞാനൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും കല്യാണം കഴിച്ചാൽ എന്തെങ്കിലും കല്യാണം കഴിച്ചാൽ ഐ തിങ്ക് അത് എന്തായാലും ഒരു 40+ കഴിയുമല്ലോ. അപ്പത്തേക്കും കുഴപ്പമില്ല, ഞാൻ എന്റെ പിള്ളേരെ കൊണ്ട് അറേഞ്ച് ചെയ്യും, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അവരെ കൊണ്ട് അറേഞ്ച് ചെയ്യിപ്പിക്കാം. പോവാം, ഈ കുട്ടിക്ക് വ്ളോഗ് എടുക്കാൻ പോണം. സുബിയ ഗോയിങ് വ്ളോഗ് എടുക്കാൻ അല്ല, അതും പ്ലസ് പുള്ളിക്കാരി എനിക്കും ആഷിനുമായിട്ട് ഗിഫ്റ്റ് ചെയ്യും. അത് കുഴപ്പമില്ല, അത് ഇതിൽ പറയണ്ട. അപ്പൊ അത് സർപ്രൈസ് ആണ്. സർപ്രൈസ് ആണെന്ന് ആരെ അറിയിക്കാതെ പറയാം. എന്താണ് ഗിഫ്റ്റ് എന്നുള്ളത് കാണാൻ ഈ വ്ളോഗ് കാണുക. ശരി എന്നാ ബൈ. ബൈ ഗൈസ്. മനസ്സിലായില്ലേ? പറയാം. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ വിചാരിച്ച കാട്ടിലും ഗംഭീരമായിട്ട് തന്നെ നടന്നു. ആൻഡ് ആസ് യു കൻ സീ, എനിക്ക് ഡെക്കോറിനെ കുറിച്ച് കൂടുതൽ പറയാൻ ഒരവസരം കിട്ടിയില്ല. ഇവിടെ വന്നതും ഓട്ടമായി പോയല്ലോ. സോ നമ്മൾ വളരെ ഷോർട്ട് നോട്ടീസിലാണ് ഈ ഡെക്കോർ ഗ്രൂപ്പിനെ നമ്മൾ മീറ്റ് ചെയ്തതും അറേഞ്ച് ചെയ്തതും എല്ലാം. സോ ട്രിവാൻഡ്രത്തെ ലിസാറ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ് ഡെക്കോർ ചെയ്തത്. അതിൽ രാഖി എന്ന് പറഞ്ഞ ഒരാളാണ് എല്ലാം കോർഡിനേറ്റ് ചെയ്ത് നടത്തിയത്. ആൻഡ് ഐ ഹാവ് ടു സേ, അവരുടെ കൂടെ വർക്ക് ചെയ്യാനാണെങ്കിലും അവരുടെ വർക്കാണെങ്കിലും നിങ്ങൾക്ക് കാണുന്ന പോലെ ഇറ്റ് വാസ് പെർഫെക്റ്റ് ആൻഡ് സോ സ്മൂത്ത്. ലൈക്ക് ഒരു തവണ പോലും ഒരു കൺഫ്യൂഷനോ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഇറ്റ് വാസ് ഓൾ സോ സീംലെസ് എന്ന് പറയാൻ വേണമെങ്കിൽ. സോ ഐ തിങ്ക് ഇനി മുതൽ നമ്മൾ ട്രിവാൻഡ്രത്ത് ഏത് പരിപാടി നടത്തിയാലും ഈ മൈറ്റ് ബി ഒബ്വിയസ്ലി. സോ ഐ തിങ്ക് ഓസി ഹാഡ് എ റിയലി നൈസ് ബ്രൈഡൽ ഷവർ. ലാസ്റ്റ് മിനിറ്റ് ആക്ച്വലി ഇത്രയും ഫ്രണ്ട്സ് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞത്. അതുവരെ നമ്മൾ ഫാമിലി മാത്രമായിരുന്നു. ബട്ട് ഗുഡ് ദാറ്റ് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ഒരു അടിച്ചുപൊളി പരിപാടിയായിട്ട് തന്നെ നടത്തി. സോ ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ദിസ് വ്ളോഗ്. Thank you so much for watching. See you all in my next vlog. Bye.